നല്ല പ്രതീക്ഷയിലാണ്. കാരണം ഇന്നലെ ലോറി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു ലൊക്കേഷൻ. അപ്പോൾ എന്തായാലും അർജുനെ ഇന്ന് കണ്ടെത്താൻ പറ്റുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. പ്രത്യേകിച്ച് മേജർ ജനറൽ ഇന്ദ്ര ബാലിൻ്റെ ലീഡർഷിപ്പിലുള്ള ടീം എത്തിക്കഴിഞ്ഞു. ഇന്നോടുകൂടി നമ്മുടെ കഴിഞ്ഞ 10 ദിവസത്തെ ഈ ഒരു ദൗത്യത്തിൻ്റെ വിരാമം ഇന്ന് ഇടാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ കാലാവസ്ഥ വല്ലാത്ത പ്രതികൂലമായിരുന്നു. ഇന്നലെയും ഇന്നും മഴയാണ്. ഇപ്പോൾ രാവിലെ ഇന്നും നല്ല മഴയാണ്. മഴയാണെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് അവർ രക്ഷാദൗത്യം തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പുഴയുടെ അടിയൊഴുക്ക് ഈ നാവികസേനാംഗങ്ങൾ അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് ഇനി അടുത്ത നടക്കേണ്ട ഏറ്റവും നിർണായകമായ നീക്കം. അതെ, അവരത് പറഞ്ഞു. പക്ഷെ എന്നാലും ഇന്ന് അവർ പരമാവധി അതിനോട് ശ്രമിക്കും എന്നാണ് പറഞ്ഞത്. ഇന്ന് ഏതായാലും നമുക്ക് ലോറി കണ്ടെത്തിയ സ്ഥിതിക്ക് അർജുനെയും കണ്ടെത്താൻ കഴിയും എന്നാണ് പുനഃപ്രതീക്ഷ. കഴിഞ്ഞ 10 ദിവസമായി കുടുംബം അനുഭവിക്കുന്ന ഒരു മാനസിക പ്രയാസമുണ്ട്. വേദന സഹിച്ചു കഴിയാണ്. ഇന്ന് ഏതായാലും കണ്ടെത്തി കഴിഞ്ഞാൽ അതൊരു ആശ്വാസമായിരിക്കും അവർക്ക്. ആശ്വാസം എന്ന് പറഞ്ഞാൽ കണ്ടെത്തി എന്നുള്ള ഒരു കണ്ടെത്താൻ കഴിയാത്ത ഒരാളെ കണ്ടെത്തുക പറഞ്ഞാൽ അതിൻ്റെ ഒരു മാത്രമാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഇന്നലെ ഈ കാലാവസ്ഥയെക്കുറിച്ച് അവർ ഇന്നലെയും ചർച്ച ചെയ്തിരുന്നു. 4 മണിക്ക് ഇത് ലൊക്കേഷൻ കണ്ടെത്തിയതിന് ശേഷം. അപ്പോൾ അവർ പറഞ്ഞു ഇതിനേക്കാളും ചാലഞ്ചസ് ഉള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ടീമാണ്. കാലാവസ്ഥ അവർക്ക് അങ്ങനെ വലിയൊരു പ്രയാസമാവില്ല എന്ന് ഇന്നലെ അവർ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു വൈഷ്ണവി എന്ന് പറഞ്ഞ IAS മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ അഡീഷണൽ ചീഫ് സെക്രട്ടറി അവരിന്ന് ഓരോ മണിക്കൂർ വെച്ച് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും വിലയിരുത്തുന്നുണ്ട്. ഏതായാലും കാലാവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ വന്നതിന് ശേഷം നമ്മൾ വന്നതിന് ശേഷം കാണുന്നൊരു കാര്യമാണ്. കാലാവസ്ഥ ഒരു ചാലഞ്ചായി വരില്ല എന്നാണ് ആ ചർച്ചക്കിടയിൽ അവർ സൂചിപ്പിച്ചൊരു കാര്യം. ഏതായാലും അവരിപ്പോൾ 7:30 മണി എന്ന് പറഞ്ഞത് അവർ 7 മണിക്ക് തന്നെ അവരുടെ സ്പോട്ടിലെത്തി അവരവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായും അവരിന്ന് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു മുങ്ങൽ വിദഗ്ധർ മുങ്ങി ഇതിലൊക്കെ ഒരു ഉക്സ് ഘടിപ്പിച്ച് ഇതിനെ പൊക്കാനും അതിനിടയിൽ അർജുൻ ഉണ്ടോ എന്നുള്ള ആദ്യ കണ്ടെത്തലാണ് അവർ ശ്രമിക്കുന്നത്. ഈ വണ്ടിക്കകത്ത് അർജുനുണ്ട്. നമ്മുടെയൊക്കെ പ്രാർത്ഥന അതെയാണല്ലോ. ഒരു അല്പസമയത്തിനകം നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ഇത്ര ദിവസം കഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം.